അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് യാസീൻ 7 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 8ാമത്തെ ആയത്ത് മുതൽ ഓതി നോക്കാം ട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ജഅൽനാ ഫീ അഅനാകിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. തജ്വീദ് നിയമം നോക്കാം. ഇന്ന ഇവിടെ നൂനിനെ ഇന്ന എന്ന് ഓതുമ്പോൾ നമ്മൾ നൂനിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് മണിച്ചു കൊടുക്കണം. നമ്മൾ പഠിച്ചതാണ് അല്ലേ? നൂനിൻ്റെ മുകളിലും മീമിൻ്റെ മുകളിലും ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ നൂനിനെ മണിക്കാനും ഉണ്ട് കനപ്പിക്കാനും ഉണ്ട്, ശ്രദ്ധയുണ്ട്, മദ്ദും വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 അനക്കം നീട്ടി ഓതി കൊടുക്കുകയും ചെയ്യാം, മണിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്ന ഓക്കെ ഇങ്ങനെ ഓതുക കേട്ടോ. ജഅൽന നൂനിന് ഇവിടെ 2 ഹറക്കത്ത് നീട്ടി കൊടുക്കണം കേട്ടോ. ജഅൽന ഫീ ഇവിടെ നോക്കൂ, ഫഇൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട് അല്ലേ? മദ്ദക്ഷരം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പദത്തിലാണ് ഹംസ വന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 മുതൽ 4 ഹറക്കത്ത് വരെ നമുക്ക് നീട്ടി ഓതി കൊടുക്കാം. ഫീ അഅനാകിഹിം എന്നിങ്ങനെ 2 മുതൽ 4 ഹറക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ് കേട്ടോ. ഐനിന് സുക്കൂനുണ്ട്. ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ആന ഇവിടെ നോക്കൂ, ഞാൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞലിഫ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടി കൊടുക്കണേ. അഅനാകിഹിം ഇവിടെ മീമിനെ സുക്കൂന് വരുമ്പോൾ നന്നായിട്ട് വ്യക്തമായിട്ട് ഹിം എന്ന് ഉച്ചരിക്കണം കേട്ടോ. ഗൈൻ്റെ മുകളിൽ സുക്കൂന് വരുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന ലെറ്ററാണ് ഗൈൻ. ഓക്കെ, ഹഫ് സുക്കൂനെ കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. ഇവിടെ നോക്കൂ, ലൻ എന്ന് ഒരുമിച്ച് വന്നിട്ടില്ല, 2 ഫത്ഹ ഒരുമിച്ച് വന്നിട്ടില്ല. അപ്പം നമ്മളവിടെ ലൻ എന്ന് ഓതില്ല. ഓക്കെ, ഫഹിയ ഇലൽ അദ്ഖാനി. ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലല്ലോ അല്ലേ? അപ്പം നമ്മൾ ശബ്ദമില്ല. അത് മാത്രമല്ല, ഇല ഇതിവിടെ നോക്കൂ, ഇലാമിൻ്റെ കൂടെ ഒരു നീട്ടാനുള്ളൊരു മദ് വന്നിട്ടുണ്ട് അല്ലേ? മദ്ദക്ഷരം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ നീട്ടില്ല, ഇല എന്ന് നീട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതും. കാരണം ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല കേട്ടോ. ഈലൽ എന്ന് ജോയിനാക്കി ഓതിപ്പോവും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈലൽ അദ്ഖാനി ദാലിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. നമ്മൾ ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അദ്ഖാനി. ഓക്കെ, അദ്ഖാനി ഖാഫിനെ 2 ഹറക്കത്ത് നീട്ടി കൊടുക്കണേ. അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. മീമിന് ശേഷം മീമു വന്നാൽ എന്ത് ചെയ്യണം? മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. അത് മീമിൻ്റെ ഒരു നിയമമാണ്. ഓക്കെ, ഫഹും ഖാഫിന് സുക്കൂന് വന്നാൽ എന്ത് ചെയ്യണം? ഫുൾ സുക്കൂനോടെ കൊടുക്കണം. മുഖ്. ഓക്കെ, മുഖ്മഹൂൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. 9ാമത്തെ ആയത്ത് ഓതി നോക്കാം. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഓക്കെ, നമുക്ക് തജ്വീദ് ഒന്ന് നോക്കാം കേട്ടോ. വജഅൽന ഇവിടെ 2 ഹറക്കത്ത് നീട്ടി കൊടുക്കണേ. വജഅൽന മിൻ ബൈനി ഇവിടെ നൂൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് മീമിനെ കാണാം അല്ലേ? ആ മീമ് വരുമ്പോൾ ആ നൂനിന് മിൻ എന്നുള്ള ശബ്ദം മാറിയിട്ട് അവിടെ മീമിൻ്റെ ശബ്ദം വരുന്നു.
എന്നുള്ള ശബ്ദം വരും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ ഒരു മീമ് വരികയും നൂൻ്റെ മുകളിലൊക്കെ മീമ് വരുന്ന സാഹചര്യത്തിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ ബ എന്നുള്ള ലെറ്റർ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് വരുന്നത് ബ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഒരു മണിക്കൽ അവിടെ നടക്കണം. മിംബ നൂനിനെ മീമാക്കി മാറ്റിമറിക്കുന്നുണ്ട്. മാറ്റിമറിക്കൽ മാത്രമല്ല, മണിക്കുകയും കൂടെ വേണം. മിംബൈനി. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ബൈനി ഐദീഹിം. ഇവിടെ യാ മദ്ദുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണേ. ഐദീഹിം, മീമിനെ വ്യക്തമായി ഓതി കൊടുക്കുക. ദാലിന് ശബ്ദമുണ്ട് അല്ലേ? അപ്പം നമ്മളിവിടെ ദാലിനെ ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. തൻവീന് ശേഷം വാവ് വന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? മണിച്ചു കൂട്ടി ചേർത്ത് ഓതുന്നു. സദ്ദം വമിൻ. ഓക്കെ, സദ്ദം വമിൻ. നൂൻ്റെ മുകളിൽ സുക്കൂന് കാണുന്നുണ്ട് അല്ലേ നമുക്ക്? നമ്മളവിടെ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് വമിൻ എന്ന് വ്യക്തമായിട്ട് ഓതി കൊടുക്കുക കേട്ടോ. വമിൻ ഖൽഫിഹിം. തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു ലെറ്ററാണ് ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. ഖൽഫിഹിം. ഇവിടെ നോക്കൂ, ദാലിൻ്റെ മുകളിൽ വന്നതുപോലെ തന്നെ എന്താണ്? ശബ്ദം ഉണ്ട് അല്ലേ? ഒന്ന് കനപ്പിച്ചു കൊടുക്കണം. ഇവിടെ നോക്കൂ, ഫ എന്ന് കൂട്ടി ഓതൂല കേട്ടോ. ഇവിടെ വാവ് വന്നാൽ മാത്രമാണ് കണ്ട. തെൻവീന് ശേഷം വാവ് വരുമ്പോൾ ഇതിവിടെ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. പക്ഷെ അതുപോലെ നമ്മൾ ഇതിവിടെ മണിച്ചു കൂട്ടി ചേർക്കുന്നില്ല. ഓക്കെ, തെൻവീന് ശേഷം ഫ വന്നാലും മണിച്ചങ്ങനെ കൂട്ടിച്ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ ഓതും? നാവ് മുകളിൽ തട്ടാതെ, നമ്മുടെ നൂനിൻ്റെ നിയമം പറഞ്ഞതുപോലെ നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെ പല്ലിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഓതുക. ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. ഇവിടെ നിന്ന് നീട്ടി കൊടുക്കണം കേട്ടോ. 2 ഹറക്കത്ത് മീമിനെ ഇവിടെ വ്യക്തമായിട്ട് ഓതി കൊടുക്കുക. ഹും, ഫഹും. ഇവിടെയൊക്കെ മീമിനെ വ്യക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഒരു മണിക്കൽ പാടില്ല കേട്ടോ. ഫഹും എന്ന് പറഞ്ഞ് മണിക്കരുത് കേട്ടോ. ഫഹും ലാൻ്റെ കൂടെ, ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ? 2 ഹറക്കത്ത് നീട്ടി കൊടുക്കുക കേട്ടോ. യുബ്സിറൂൻ. ബഇന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് ഇവിടെ കൊടുക്കണം കേട്ടോ. യുബ്സിറൂൻ നീട്ടി ഓതി കൊടുക്കേ. ഓക്കെ, ഇൻഷാല്ലാ. 10ാമത്തെ ആയത്ത് ഒന്ന് നോക്കാം. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. തജ്വീദ് നിയമം നോക്കാം കേട്ടോ. വസവാഉൻ. ഇവിടെ നോക്കൂ, ഒറ്റ പദത്തിൽ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതാ അല്ലേ? ഒറ്റ പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വരികയാണെങ്കിൽ നമ്മൾ 4 or 5 ഹറക്കത്തിൻ്റെ ടൈം നീട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ നമ്മളവിടെ അത്രയും നീട്ടിക്കൊടുക്കണം കേട്ടോ. ഇവിടെ നോക്കൂ, 2 ലൊമ്മ വന്നിരിക്കുന്ന രൂപം നോക്കൂ. 2 ഒരുമിച്ച് കൂടിച്ചേർന്ന് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളവിടെ എങ്ങനെ ഓതും? ഉൻ എന്ന് വ്യക്തമായിട്ട് ഓതി കൊടുക്കണം കേട്ടോ. വസവാഉൻ. ഓക്കെ, അലൈഹിം മീമിനെ വ്യക്തമായി ഓതി കൊടുക്കണേ. അഅൻദർതഹും. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. അപ്പം നമ്മൾ എങ്ങനെ ഓതും? അൻദർതഹും എന്ന് ഓതരുത്. അഅൻദർതഹും. ഓക്കെ, ഇവിടെയൊക്കെ മീമിനെ വ്യക്തമായിട്ട് ഓതി കൊടുക്കുക കേട്ടോ. അം ലം തുൻദിർഹും. ഇവിടെ നോക്കൂ, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. അപ്പോൾ എന്ന് ഓതണേ. ഇവിടെ എന്ന് ഓതരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ? സുക്കൂനുള്ള റോയിൻ്റെ മുന്നേ വരുന്ന അക്ഷരത്തിന്
കെസ്റയാണെങ്കിൽ അവിടെ റോയിൻ്റെ ശബ്ദം മാറുന്നു, ര് എന്നുള്ള ശബ്ദം വരിക. ഓക്കെ, റോയിന് സുക്കൂന് വരികയും ആ സുക്കൂനുള്ള റോയിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റയാണ് വരുന്നതെങ്കിൽ റോയിൻ്റെ സൗണ്ട് എന്താവും? ഒരു ലൈറ്റായിട്ട് മാറും, ര് എന്നായിട്ട് മാറും. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ ഓതും? തുൻദിർഹും. ഓക്കെ, ലാ യുഅ്മിനൂൻ. ഇവിടെ ഹംസയാണ്, ഹംസക്ക് സുക്കൂനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. യുഅ്മിനൂൻ നീട്ടി ഓതി നിർത്തിയേ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.